ഹാത്രസ് ദുരന്തത്തിന് കാരണം പ്രാർത്ഥനായോഗത്തിന്റെ സംഘാടകരെന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട്. പരിപാടിയിൽ അനുവദനീയമായതിൽ കൂടുതൽ ആളുകൾ പങ്കെടുത്തു. മതിയായ സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ സംഘാടകർക്ക് പിഴവ് സംഭവിച്ചെന്നും റിപ്പോർട്ടിൽ പറയുന്നു. വിവരങ്ങളുമായി KC ഉണ്ണികൃഷ്ണൻ ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുന്നുണ്ട്. ഉണ്ണി, എന്തൊക്കെയാണ് ഈ കാര്യങ്ങൾ റിപ്പോർട്ടിൽ വിശദമായി സൂചിപ്പിക്കുന്നത്? ഈ വിഷയം പ്രധാനമായും റിപ്പോർട്ടിൽ പറയുന്നത് ഈ പരിധിയിൽ കൂടുതൽ ആളുകൾ ഈ പരിപാടികൾ അല്ലെങ്കിൽ സത്സംഗത്തിൽ പങ്കെടുത്തു എന്നത് തന്നെയാണ് പ്രധാനമായും ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ 80,000 പേർക്ക് മാത്രമാണ് ഇതിൽ പങ്കെടുക്കാൻ അനുമതി ഉണ്ടായിരുന്നത്. അതിനപ്പുറത്തേക്ക് 2.5 ലക്ഷത്തോളം ആൾക്കാർ, 2 ലക്ഷത്തിലധികം ആൾക്കാർ ഇതിൽ പങ്കെടുത്തു എന്നാണ് പറയുന്നത്. അനുമതി 80,000 ആൾക്കാർക്ക് മാത്രമാണ് ഉണ്ടായിരുന്നത്. 2 ലക്ഷത്തിലധികം ആൾക്കാർ പങ്കെടുത്തുവെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. കൂടാതെ കൃത്യമായി ക്രമീകരണങ്ങൾ നടത്താൻ ഈ സംഘാടകർക്ക് കഴിഞ്ഞിരുന്നില്ല. അതോടൊപ്പം തന്നെ അവിടെ വിന്യസിച്ചിരുന്ന പോലീസുകാരുടെ എണ്ണം കുറവായിരുന്നു. ഇതെല്ലാം തന്നെ വലിയൊരു ആഘാതം അല്ലെങ്കിൽ ഈ അപകടത്തിൻ്റെ ആഘാതം കൂട്ടിയെന്നാണ് പ്രധാനമായും പറയുന്നത്. ആ രീതിയിലാണ് ഈ റിപ്പോർട്ട് പ്രത്യേക അന്വേഷണ സംഘം സമർപ്പിച്ചിരിക്കുന്നത്. എന്തായാലും വലിയൊരു അപകടം തന്നെയാണ് ഉണ്ടായത്. 121 പേരുടെ ജീവൻ നഷ്ടമാകുന്നു. അതോടൊപ്പം തന്നെ നിരവധി ആളുകൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുന്ന സാഹചര്യം. വലിയ രീതിയിലുള്ള ഒരു പ്രാർത്ഥനാ യോഗം നടക്കുമ്പോൾ അതിൽ വലിയ ഒരു മുന്നൊരുക്കങ്ങളില്ലാതെ ആളുകൾ പങ്കെടുക്കുന്ന എടുത്തൊരു സാഹചര്യം. ഇതെല്ലാം തന്നെയാണ് ആൾക്കൂട്ടത്തിൽ ഈ വലിയൊരു അപകടത്തിലേക്ക് നയിച്ചതെന്നാണ് പറയുന്നത്. കൂടാതെ ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം സ്വയം പ്രഖ്യാപിത ആൾദൈവമായ ഭോലെബാബയെ കാണാൻ ആളുകൾ തിരക്ക് കൂട്ടിയതും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഈ കാൽപാദത്തിനരികിൽ നിന്ന് മണ്ണ് ശേഖരിക്കാൻ ശ്രമിച്ചതുമാണ് അപകടത്തിന് കാരണമെന്നും നേരത്തെ പറഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെ അത് നേരത്തെ വ്യക്തമാക്കിയ UP സർക്കാരാണ്. UP ചീഫ് സെക്രട്ടറി ആയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ വിശദീകരിച്ചത്. എന്തായാലും ഈ അദ്ദേഹത്തിൻ്റെ, അതായത് ഭോലെബാബയെ സംബന്ധിച്ച് അദ്ദേഹത്തിനെതിരെ നേരത്തെ കേസെടുത്തിരുന്നു. അദ്ദേഹം ഉൾപ്പെടെ 7 പേർക്കെതിരെയാണ് അന്ന് കേസെടുത്തിരുന്നത്. ഇതിൽ മുഖ്യ സംഘാടകനടക്കം അറസ്റ്റിലായിട്ടുണ്ടായിരുന്നു. എന്തായാലും സംഘാടകർക്കെതിരെ ഉള്ള FIR നിലവിലുണ്ട്. കൂടാതെ സമാന്തരമായി തന്നെ ജുഡീഷ്യൽ അന്വേഷണവും ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും പുതുതായി വന്നേക്കുന്നത് ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ റിപ്പോർട്ടാണ്. എന്തായാലും ഈ തിക്കിലും തിരക്കിലും പെട്ട്, അതായത് സംഘാടകരുടെ ഒരു പിഴവ് തന്നെയാണ് വലിയ രീതിയിലുള്ള അപകടത്തിലേക്ക് നയിച്ചതെന്നാണ് പറയുന്നത്. അനുമതി ഉണ്ടായിരുന്നത് 80,000 പേർക്കാണ്. 2 ലക്ഷത്തിലധികം ആളുകൾ ആ പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നു എന്നത് തന്നെയാണ് ഇതിന് പ്രധാനമായും ഈ അപകടത്തിലേക്ക് നയിച്ചതെന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത്. കൂടാതെ ഈ പരിപാടിയുടെ മുഖ്യ സംഘാടകനായിരുന്ന ദേവപ്രകാശ് മന്ദിക്കർ ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം തന്നെ അറസ്റ്റിലായിരുന്നു. ഈ മരിച്ചവർക്കെല്ലാം മരിച്ചവർ കുടുംബത്തിന് ധനസഹായം അടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ സർക്കാർ നൽകുമെന്ന് അറിയിച്ചിരുന്നു. ആ രീതിയിലുള്ള അന്വേഷണത്തിനപ്പുറം ആ രീതിയിലുള്ള ഇതെല്ലാം തന്നെ നടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ പുതിയൊരു അന്വേഷണം നടക്കുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഈ സമാന്തരമായി ജുഡീഷ്യൽ അന്വേഷണവും സർക്കാർ പ്രഖ്യാപിച്ചത്. എന്തായാലും ഈ SITയുടെ, അതായത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ റിപ്പോർട്ട് പ്രകാരം പരമാവധി അതിൽ പങ്കെടുക്കാൻ കഴിയുന്നതിലധികം ആളുകൾ ഈ പരിപാടിയിലേക്ക് വന്നു എന്ന് തന്നെയാണ്, അതിന് തന്നെയാണ് ഈ അപകടത്തിൻ്റെ ആഘാതം കൂട്ടിയത്, ഈ ഇത്തരത്തിലേക്ക് വലിയൊരു ദുരന്തത്തിലേക്ക് നയിച്ചതെന്നുമാണ് വ്യക്തമാക്കുന്നത്. ലിബീഷ്.